ഹേ ഗായ്സ്, നമുക്കിന്നൊരു വാട്ട് ഈറ്റിൻ്റെ ഡേ നോക്കാം. ആദ്യം തന്നെ നല്ല പതപ്പിച്ച ചായയെല്ലാം അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു 10 മണിയായപ്പോഴത്തേക്കും ചോറും നല്ല ചൊറകും വെണ്ടക്ക മെഴുക്കുരട്ടിയും കൂടി എടുത്ത്. രാവിലെ തന്നെ ചോറാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഇവിടെ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചിറ്റ വിളിച്ച് ചൊറക് കറി ഉണ്ടെന്ന് പറഞ്ഞ് തന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് മാറി. എനിക്ക് മീൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അപ്പം ഞാൻ നേരെ ചോറെടുത്ത് നല്ല കുത്തരിച്ചോറും നല്ല വെണ്ടക്ക മെഴുക്കുരട്ടിയും ആ ചൊറകും കൂടി വെച്ച ഒരു പിടി, ഒരു രക്ഷയില്ല ഗൈസ്. ചിറ്റയുടെ കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അമ്മയുടെ വെണ്ടക്ക മെഴുക്കുരട്ടി അടിപൊളിയായിരുന്നു. അപ്പം അതുകൂടാതെ എനിക്ക് ഈ ചൊറകിൻ്റെ മുള്ളില്ലേ, നല്ല ടേസ്റ്റ് അല്ലേ, ആ മുള്ളുകൂടി വെച്ച് കഴിക്കണം. എന്നാ ഒരു ടേസ്റ്റാന്നേ. അപ്പം രാവിലെ ഞാൻ ഇതാണ് കഴിച്ചത്. പിന്നെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ വെറുതെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഉച്ചയ്ക്കും സെയിം തന്നെയായിരുന്നു. നല്ല ചോറും ചൊറക് കറിയും വെണ്ടക്ക മെഴുക്കുരട്ടിയും. ഇപ്പം കഷ്ണങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കാരണം രാവിലെ ഞാൻ അതിന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഉച്ചക്കതും കഴിച്ച് അടിപൊളി ടേസ്റ്റ്. മീൻ കറി പിന്നെ ഒരേ തന്നെ ആവർത്തിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എത്ര ചോറ് വേണമെങ്കിലും എനിക്ക് പൊക്കോളും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവളുണ്ടാക്കിയ അടിപൊളി ചായയും കുടിച്ച് അവിടെ അവളുടെ അച്ഛൻ അപ്പുറത്തെ വാവയ്ക്ക് കൊടുക്കാൻ മേടിച്ച് വെച്ച കോലുമിഠായി ഞാനങ്ങ് എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴേ അവൾ പറയുന്ന അപ്പുറത്തെ വാവയ്ക്ക് മേടിച്ചതായിരുന്നു എന്ന്. പിന്നെ നമ്മളും പിള്ളേരല്ലേ, അങ്ങനെ ഞാൻ ആ കോലുമിഠായി മുഴുവൻ അവിടെ ഇരുന്ന് കഴിച്ചേച്ച്. പിന്നെ നമ്മുടെ കേരളം ദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചതിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ പായസ വിതരണം ഉണ്ടായിരുന്നു. ആ പായസം അവിടെ നിന്ന് കുടിച്ച് വീട്ടിൽ വന്നപ്പോൾ ദേണ്ടാ വീട്ടിലൊരു ശർക്കര പായസം. പിന്നെ ആ ശർക്കര പായസവും ഞാനങ്ങ് കുടിച്ച്. 2 ഗ്ലാസ് പായസം കുടിച്ചപ്പോൾ തന്നെ നല്ല മത്തായി, കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാനങ്ങ് കുടിച്ച്. മധുരമാണെങ്കിലും നമുക്ക് പായസമാണല്ലോ എന്നോർത്ത് ഞാൻ അത് മുഴുവൻ അങ്ങോട്ട് കുടിച്ച്. പിന്നെ അപ്പുറത്ത് ചെന്നിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ച്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ തന്നു വിട്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇവിടെ അമ്മ കപ്പയും കക്കറച്ചും കൂടി കുഴച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും വിഷമം വരണ്ടല്ല എന്നോർത്ത് പാത്രം ഞാനങ്ങ് പപ്പാതിയാക്കിയിട്ട് പാതിയിൽ ചോറും ചിക്കൻ സ്റ്റൂവും പാതിയിൽ കപ്പയും കക്കറച്ചിയും കൂടി എടുത്തിട്ട് ചോറും കപ്പയും കക്കറച്ചിയും ചിക്കനും കൂടി അങ്ങ് കുഴച്ച് കഴിച്ച്. രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. സ്റ്റൂ അടിപൊളിയായിരുന്നു, കപ്പയും കക്കറച്ചി അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ കപ്പ എടുത്ത് ചോറിൻ്റെ കൂടെ വെച്ച് ചിക്കനും കൂടി വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബൈ ഗൈസ്. നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.